കേരള സർക്കാരിന് നിങ്ങൾക്ക് കടം കൊടുക്കാൻ പറ്റും. എങ്ങനെയാണെന്നല്ലേ, ഈ ഒരു വീക്കിൽ കേരള സർക്കാർ ഏകദേശം 2500 കോടിയാണ് ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ് ആയിട്ട് ഇറക്കിയിട്ട് അവർ കടപ്പത്രം ഇറക്കിയിട്ട് ആ ഒരു ഫണ്ട് റേസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു കടപ്പത്രം നമുക്ക് അല്ലെങ്കിൽ ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ്സ് നമുക്ക് മേടിക്കാനായിട്ട് പറ്റും. ഫസ്റ്റിൽ ഇത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ല, അതായത് ലാർജ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബാങ്ക്സിനൊക്കെയാണ് മേടിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇപ്പോൾ ഈ ഒരു RBIയുടെ റീറ്റെയിൽ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ആ ഒരു പദ്ധതി വഴി അല്ലെങ്കിൽ ആ ഒരു പോർട്ടൽ വഴി നിങ്ങൾക്കും അത് മേടിക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു ബ്രോക്കറേജ് ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ് ആയിട്ട് ചേരാതെ ഇതിലൂടെ ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ്സ് മേടിക്കാം. അപ്പോൾ ഇതിലുള്ള ഗുണം എന്ന് വെച്ചാൽ ഇയർലി 2 പ്രാവശ്യം നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും. റിസ്ക് വളരെ കുറവാണ്. അപ്പോൾ ഈ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് സേഫ് ആയിട്ട് സെക്യൂർ ആയിട്ടുള്ള ഒരു റിട്ടേൺ നമുക്ക് കിട്ടും. ഒപ്പം തന്നെ നമ്മൾ കേരള സർക്കാരിനാണ് കടം കൊടുക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഈ പറയുന്ന പോലെ ഇത്രയും ബെനിഫിറ്റ് ഉണ്ട്, നമുക്ക് സുഖമായിട്ട് പർച്ചേസ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇത് ഈ ഒരു വീക്കിലാണ് വരുന്നത്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ ബ്രോക്കേഴ്സ് വഴി നിങ്ങൾക്ക് മേടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ ഇൻഫർമേഷൻ പേജ് ഫോളോ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പോൾ ട്രേഡിങ്ങിനെ പറ്റി പഠിക്കാൻ താഴെ നമ്മുടെ ഹായ് എന്ന് വാട്സ്ആപ്പ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ബൈ.